വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ദിനമാണിത്. ഇന്ന് ഞെട്ടിക്കുന്ന ചില വാർത്തകളും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. ഒപ്പം വിഴിഞ്ഞം അതിൻ്റെ സുപ്രധാനമായ ഒരു ഘട്ടം പിന്നിടുന്ന ദിവസമാണിന്ന്. വിഴിഞ്ഞത്ത് ആ സുപ്രധാന നിമിഷങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് മുന്നിലെത്തിക്കാം. ആദ്യം നമ്മൾ പോകുന്നത് കരുവാറ്റയിലേക്കാണ്. കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമായി കരുവാറ്റയിലെ സംഭവങ്ങൾ മാറുകയാണ്. എന്താണ് കരുവാറ്റയിൽ സംഭവിച്ചത്? ഈ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിന് പിന്നിൽ കൗമാര സംഘത്തിൻ്റെ കൊട്ടേഷൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. 13 കാരിയടക്കം 4 പേരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. കൊല്ലം പരവൂരിൽ നിന്നാണ് ഇവരെ 3 പേരെ പിടികൂടിയത്. മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകമെന്നാണ് സംശയം. കൊലപ്പെടുത്തുന്ന ദൃശ്യം വീഡിയോ കോളിലൂടെ ശിവൻകുട്ടിയുടെ ബന്ധുവിനെ കൗമാര സംഘം കാണിച്ചു കൊടുത്തെന്നും പോലീസ് പറയുന്നു. ശിവൻകുട്ടിയുടെ ബന്ധുവിന് ഐഫോൺ വാങ്ങാനും പരവൂർ സ്വദേശികളായ സുഹൃത്തുക്കൾക്ക് ബൈക്ക് വാങ്ങാനുമായിരുന്നു മോഷണം നടത്തിയത്. ഇന്നലെയാണ് വീടിനുള്ളിൽ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ കരുവാറ്റ സ്വദേശി ശിവൻകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് നടക്കുന്നത്. എന്താണ് ഈ കേസിൽ സംഭവിക്കുന്നത്? നിർണായകമായ ചില വിവരങ്ങൾ പോലീസിൽ നിന്നും ഔദ്യോഗികമായി തന്നെ ഇന്ന് പങ്കുവയ്ക്കപ്പെടും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം. വിശദമായി നോക്കാം. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, വളരെ പ്രധാനപ്പെട്ടതാണ്. സമീപ കേരളത്തിൽ ഇങ്ങനെ ഒരു കൊലപാതകം മുമ്പ് നടന്നതായി നമുക്കറിവില്ല. ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്ഥിരീകരിക്കപ്പെടാവുന്ന വിവരങ്ങൾ തന്നെയാണോ? ഈ കൗമാര സംഘം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു ഇവരുടെ ഇടപെടലുകൾ? എന്തുകൊണ്ട് ഇവർ ഇതിലേക്ക് വന്നു? അങ്ങനെ നിരവധി ചോദ്യങ്ങളില്ലേ? തീർച്ചയായിട്ടും. അതായത് സജിത്ത്, ഇതൊരു വളരെ റെയർ ആയിട്ടുള്ള ഒരു കേസ് എന്ന് തന്നെ പറയാം. റെയർ എന്നല്ല, നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കേസ് എന്ന് തന്നെ ഈ കരുവാറ്റയിലെ കൊലപാതകത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനാകും. 67-കാരനായ ശിവൻകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹം ശനിയാഴ്ച രാത്രി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹവുമായി അടുത്ത ബന്ധുത്വമുള്ള, അതായത് ഏറ്റവും അടുത്ത ബന്ധുത്വമുള്ള ഒരു 13 വയസ്സുകാരിയുടെ കൊട്ടേഷനെ തുടർന്നാണ് ഈ കുട്ടി, ഇവരുടെ ഒരു പ്ലാനിങ്ങിനെ തുടർന്നാണ് ഈ ശിവൻകുട്ടി കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് ഇവർ നേരത്തെ താമസിച്ചിരുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് നിന്നും പിന്നീട് ഈ ആലപ്പുഴ ഹരിപ്പാടേക്ക് ഇവർ ഇപ്പോൾ വാടക വീട്ടിലാണ് ശിവൻകുട്ടി താമസിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ 2 പെൺമക്കളുടെ വീട് തൊട്ടടുത്തായിട്ട് അതിന്റെ നിർമ്മാണവും നടക്കുന്നുണ്ട്. ഒരാൾ വിദേശത്താണ്, ഒരാൾ പ്രസവത്തെ തുടർന്ന് ആശുപത്രിയിലുമായിരുന്നു. അപ്പോൾ ഈ വീട്ടിൽ പ്രസവത്തെ തുടർന്ന് ആശുപത്രിയിലായ ആളും അതോടൊപ്പം ആ യുവതിയും ഒപ്പം തന്നെ അമ്മയും, അതായത് ശിവൻകുട്ടിയുടെ ഭാര്യയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടർ ചികിത്സയിലായിരുന്നു പ്രസവത്തിന്റെ. ശിവൻകുട്ടി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അടുത്ത ബന്ധുവായ, ഇപ്പോൾ ഈ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള കുട്ടിയും ആ വീട്ടിൽ ഉണ്ടായിരുന്നു. വീട്ടിൽ മറ്റാരും ഇല്ല എന്ന് ഉള്ള ഒരു അവസ്ഥയിൽ ഈ വീട്ടിലുണ്ടായിരുന്ന കുട്ടി മറ്റൊരു വീട്ടിലേക്ക് മാറി സുഹൃത്തിന്റെ വീട്ടിൽ താമസിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ശനിയാഴ്ച പോകുന്നു. അതിനുശേഷം പിന്നീട് ഈ കുട്ടി നൽകിയ മൊഴി പ്രകാരം ഞായറാഴ്ച ഇവർ വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ്. വീട്ടിലുണ്ടായിരുന്ന ശിവൻകുട്ടിയെ വിളിച്ചു, പക്ഷേ റെസ്പോൺസ് ഉണ്ടായില്ല. തുടർന്ന് മടങ്ങിപ്പോയി. പിന്നീട് അയൽവാസിയുമായി എത്തി വൈകുന്നേരത്തോടു കൂടി ഈ വീട് തുറക്കാനായി ശ്രമിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോൾ തുടക്കം മുതൽ, അതായത് ഈ വീടെന്ന് പറയുന്നത് തന്നെ ഒരു എൻഡിലായിട്ടാണ് വീടുള്ളത്. തൊട്ടടുത്ത് മറ്റു വീടുകളൊന്നുമില്ല, നിർമ്മാണം നടക്കുന്ന ഒരു വീടുണ്ട്. അപ്പോൾ പോലീസിന്റെ ഒരു തുടക്ക സംശയം എന്ന് പറയുന്നത്, ഈ പിടിക്കപ്പെട്ടിരിക്കുന്ന പെൺകുട്ടിയും അതിനോടൊപ്പം തന്നെ അവരുമായി ചുറ്റപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ വീടിന് തൊട്ടടുത്ത മറ്റൊരു വീട്ടിൽ പണിക്ക് വന്നിട്ടുള്ള, ഈ നിർമ്മാണം നടക്കുന്ന മക്കളുടെ വീട്ടിൽ പണിക്ക് വന്നിരുന്ന തൊഴിലാളികൾ, കാരണം ആ സ്ഥലത്തേക്കൊക്കെ തന്നെയും ഈ പോലീസ് നായ ഓടിപ്പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ ഉൾപ്പെടെ ഈ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, ഈ പോലീസിന് ഇന്നലെ രാത്രി നടത്തിയ ചോദ്യം ചെയ്യൽ, അതായത് തുടക്കം മുതൽ നടത്തിയ ചോദ്യം ചെയ്യൽ, ഈ കുട്ടി പറയുന്ന പല കാര്യം, 13-കാരി പറയുന്ന പല കാര്യങ്ങളിലും അസ്വാഭാവികത ഉണ്ടായിട്ടും വളരെ ബോൾഡായി പോലീസിന്റെ ചോദ്യം ചെയ്യലിനെ അതിജീവിച്ചു എന്നുള്ളതാണ്. പിന്നീട് വനിതാ പോലീസുകാർ എത്തി കുറെ കൂടി കാര്യങ്ങളിലേക്ക് കടന്ന് ചോദ്യം ചെയ്യലിലേക്ക് എത്തിയപ്പോഴാണ് ഈ ഒരു സംഭവത്തെ ഈ പെൺകുട്ടി അഡ്മിറ്റ് ചെയ്തത് എന്നുള്ളതാണ്. വളരെ ഞെട്ടിക്കുന്ന രീതിയായിരുന്നു. അതായത് ഇവരുടെ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫോൺ, ഒരു ഐഫോൺ വാങ്ങണമായിരുന്നു. അതോടൊപ്പം ഒരു ഇരുചക്ര വാഹനം, ബൈക്ക് വാങ്ങണമായിരുന്നു. അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതിൻ്റെ ഒരു പ്ലാനിങ് നടന്നത് എന്നുള്ളതാണ്. കൊല്ലത്തിവർ താമസിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പരിചയപ്പെട്ട കൗമാരക്കാരായ ചെറുപ്പക്കാർ കുട്ടികൾ കൂടി ചേർന്നിട്ടാണ്, 16, 17 ഒക്കെ വയസ്സുള്ള കുട്ടികളാണ്. ഇവർ ചേർന്നിട്ടാണ് ഈ
കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞ സംഭവം. അതായത് ഈ വീട്ടിലെത്താറുണ്ട്, അതോടൊപ്പം തന്നെ വീട്ടിലെത്തി മൃതദേഹം കണ്ടെത്തുമ്പോൾ കൈയും കാലും പുറകിൽ നിന്ന് ബന്ധിച്ച് കഴുത്തിൽ പാടുണ്ടായിരുന്നു, കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു നിഗമനം. മൃതദേഹം നഗ്നമായിരുന്നു. വീടിന്റെ പിൻഭാഗത്തെ ഗ്രില്ല് തുറന്നാണ് അകത്തേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. അപ്പോൾ മോഷണമാണ്, 6 പവൻ സ്വർണ്ണത്തോളം നഷ്ടമായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ശിവൻകുട്ടിയുടെ ഭാര്യ വീട്ടിലേക്ക് എത്തിയാൽ മാത്രമേ എന്തുമാത്രം നഷ്ടം, അവിടെ വേറെ ആരും ആ വീട്ടിലില്ല ഇപ്പോൾ, അപ്പോൾ അവിടെ എന്തുമാത്രം മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. ആ വീട്ടിലെ മുഴുവൻ സാധനങ്ങളും വലിച്ചു വാരി ഇട്ട നിലയിൽ. അപ്പോൾ ഒരു ശ്രമത്തിനിടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്ന രീതിയിൽ, അങ്ങനെ ആ രീതിയിലൊക്കെ ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് പോയി. എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ കൗമാരക്കാരായ ആളുകൾ വീഡിയോ കോളിലൂടെ ഈ പെൺകുട്ടിയെ ഇത് കാണിച്ചു. ഏറ്റവും അടുത്ത ബന്ധുത്വത്തിലുള്ള ആളാണ് ഈ പെൺകുട്ടി. ആ കുട്ടിയെ ഇത് കാണിച്ചു എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. അതിൽ ഈ വീഡിയോ കോളിലൂടെയാണ് ഈ സംഭവം നടന്നു എന്ന് പറയുകയും ആ കുട്ടിയുടെ കൂടെ ഡയറക്ഷനിലാണ് ഇവരകത്തുനിന്ന് സ്വർണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും എടുക്കാനായി അവർക്ക് കഴിഞ്ഞത് എന്നുള്ളതുമാണ്. എല്ലാവരും ജുവനൈലാണ്. പെൺകുട്ടികളെല്ലാം പെൺകുട്ടിയും ഈ പിടിക്കപ്പെട്ട കൗമാരക്കാരായ ചെറുപ്പക്കാരെല്ലാവരും ജുവനൈൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. ഇവരുടെ മറ്റ് തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാകും എന്നുള്ളത് സംബന്ധിച്ചുമൊക്കെ പോലീസ് ഒരു വ്യക്തത ഇതുവരെ വരുത്തിയിട്ടില്ല. കാരണം നമുക്കറിയാം ചെറുപ്രായത്തിലുള്ള കുട്ടികളാണ്. പക്ഷേ വലിയ ക്രൂരത എന്ന് തന്നെ പറയാം. അതും ഈ രീതിയിലൊക്കെ മൊബൈൽ ഫോണിൽ വീഡിയോ കോളിലൂടെ ഇത് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഞെട്ടിക്കുന്ന, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പോലീസിനെത്തി ഇന്നലെ തന്നെ റേഞ്ച് ഐ ജി ആയ യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ തന്നെ, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലം കൂടിയാണ് ഹരിപ്പാട്, അപ്പോൾ റേഞ്ച് ഐ ജിയുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു അന്വേഷണം ഉണ്ടായത്. ഇന്ന് പുലർച്ചയോടുകൂടി ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് വന്നു. ഈ കുട്ടികൾ ചേർന്നാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്നുള്ളത്. സജിത്ത്, ശരണ്യ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഈ കൗമാര സംഘം ഒരു കൊട്ടേഷന് തയ്യാറായി എന്നതാണ്. 13കാരി ഈ മരിച്ച ശിവൻകുട്ടിയുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. അടുത്ത ബന്ധം ഒരുപക്ഷെ പോലീസിൽ നിന്നും എന്താണ് ആ ബന്ധമെന്നുള്ള കാര്യം വെളിപ്പെടുത്തട്ടെ. പോലീസ് ഒരുപക്ഷെ ഇത് ഔദ്യോഗികമായി ഈ കേസ് എന്താണ് എന്നതിൻ്റെ ഒരു തെളിവെടുപ്പിന് ശേഷമോ അതിന് മുമ്പായി പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യം വിശദീകരിക്കാൻ സാധ്യതയുണ്ടോ? കാരണം ദൂരവ്യാപകമായി വലിയ ചർച്ചകൾക്കിടവയ്ക്കുന്ന ഒരു സംഭവം കൂടിയായി കരുവാറ്റ സംഭവം മാറുകയാണ്. അപ്പോൾ കൗമാര സംഘം എങ്ങനെ ഇതിലേക്ക് വന്നു, ഇതിന് പിന്നിൽ മറ്റ് ലഹരി ഇടപാടുണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘങ്ങളുടെ ബന്ധമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ടോ? സജിത്ത്, അത് ഇവര് കൗമാരക്കാരുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ഇവർ നേരത്തെ കൊല്ലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് ഉള്ള അടുപ്പമുള്ള ആളുകളാണ്. അതിലൊരു കൗമാരക്കാരനുമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള വിവരമൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ ആ കൗമാരക്കാരനും ആ കുട്ടിയുടെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. 3 പേരുടെ സംഘമെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പെൺകുട്ടി മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കൃത്യമായ പദ്ധതി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. കൊട്ടേഷൻ എന്നല്ല, മറിച്ച് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിനകത്തുനിന്ന് ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദം, സൗഹൃദം, ആ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് സ്വർണവും അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ, ഐഫോൺ വാങ്ങാനാണ് പദ്ധതി ഇട്ടിരുന്നതാണ് ഞെട്ടിക്കുന്ന മൊഴി. അതോടൊപ്പം തന്നെ ഒരു ബൈക്ക്, സുഹൃത്തിന് ഒരു ബൈക്കും വാങ്ങണമായിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവർ പ്ലാൻ ചെയ്തിട്ട് മറ്റു സുഹൃത്തുക്കളുമായി വരികയാണെന്നുള്ളതാണ്. ലഹരി ഉപയോഗിച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്നൊരു പോലീസ് ഔദ്യോഗികമായി ഈ കാര്യങ്ങൾ നമ്മളോട് ഇപ്പോഴും ഔദ്യോഗികമായ ഒരു വെർഷൻ അവർ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ ഒരു സുഹൃത്ത് വഴിയുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് കൊല്ലത്ത്, നേരത്തെ ഇവരൊക്കെ തന്നെ അറിയാവുന്ന ആളുകളാണ്. അങ്ങനെ കൊല്ലത്ത് ഇവർ സൗഹൃദത്തിലുണ്ടായിരുന്നവരാണ്. അങ്ങനെ ആ സൗഹൃദ കൂട്ടമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്.
കഴിഞ്ഞിട്ടുള്ളത്. അതിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഈ കുട്ടി ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെല്ലാം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് എന്നുള്ള ഉറപ്പ് നൽകി. ആ പെൺകുട്ടി മാറി നിന്നു. ശനിയാഴ്ച വൈകിട്ട് കൃത്യം നടന്നു എന്ന് കൃത്യമായി ഈ കുട്ടിക്ക് അറിയാമായിരുന്നു. ഞായറാഴ്ച രാവിലെ അവിടെ എത്തിയിട്ട് വിളിച്ചിട്ട് ആളെ കണ്ടില്ല എന്ന് പറഞ്ഞ് മടങ്ങി പോവുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് വൈകിട്ട് വന്നിട്ടാണ് തൊട്ടടുത്തുള്ള ആളുകളുമായി ചേർന്ന് ഇതിനകത്ത് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ച ആരംഭിക്കുകയും അങ്ങനെ ഒരു സഹായത്തിലേക്ക് വരികയും ചെയ്തു. തൊട്ടടുത്തുള്ള അയൽവാസികളൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഈ വിഷയത്തിനകത്ത്. പക്ഷേ ഇവർ വാടകയ്ക്ക് വന്ന് ഇപ്പോൾ താമസിച്ച് രണ്ട് വീടുകളുടെ നിർമ്മാണം തൊട്ടടുത്ത് തന്നെ നടക്കുന്നുണ്ട്. പെൺമക്കളുടെ വീടുകളുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതെന്നാണ്. ഇവരൊക്കെ തമ്മിൽ നേരത്തെ ബന്ധമുണ്ട്. കൊല്ലത്ത് ഇവർ താമസിച്ചിരുന്നതാണ്. കൊല്ലത്ത് താമസിച്ചിരുന്ന ഘട്ടത്തിലുള്ള പരിചയം തന്നെയാണ്. ശരണ്യ, ഒരു കാര്യം കൂടി, ഈ ശിവൻകുട്ടിയുടെ കയ്യിൽ ശിവൻകുട്ടി 2 വീടുകൾ നിർമ്മിക്കുകയാണ്. ആദ്യ വീട് ഏറെക്കുറെ പൂർത്തിയായി, രണ്ടാമത്തെ വീട് നിർമ്മാണം നടക്കുന്നു. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ ആ വീടിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശിവൻകുട്ടിയുടെ കയ്യിൽ പണം ഒരു പക്ഷേ ഉണ്ടാവാം, വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള പണം കയ്യിൽ ഉണ്ടാവാം. അതുകൂടി മുന്നിൽ കണ്ടാവണം ഇത് നേരത്തെ കുടുംബത്തെക്കുറിച്ചും ശിവൻകുട്ടിയെക്കുറിച്ചും അവരുടെ പണസാധ്യതകളെക്കുറിച്ചും അറിയാവുന്ന ആ കുട്ടിയുടെ ഒരു ഇടപെടൽ ഉണ്ടായതെന്ന് കരുതണമല്ലേ? അങ്ങനത്തെ ഒരു പണാപഹരണമായിരുന്നു ആദ്യ ലക്ഷ്യം. പിന്നീട് അത് കൊലപാതകത്തിലേക്ക് വഴിമാറി. അതിലേക്ക് തന്നെയാണ് പോലീസ് എത്തുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? അതെ, അതായത് 2 വീടിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇയാൾക്കുള്ളത് 2 പെൺമക്കളാണ്. അപ്പോൾ ഈ 2 പെൺമക്കള് ഒരാൾ വിദേശത്താണ്, മറ്റൊരാളാണ് ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് ചികിത്സയിലുള്ളത്. അപ്പോൾ ഈ 2 പെൺമക്കളുടെയും വിവാഹവുമായി ബന്ധപ്പെട്ട് ഉള്ള വിവാഹമല്ല, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതുമല്ല, ഈ സംഭവത്തിന് ശേഷം വീട്ടിലേക്ക് മറ്റു ഉള്ളവർ എത്തിയിട്ടില്ല. അതായത് ശിവൻകുട്ടിയുടെ ഭാര്യയെ എത്തിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ അതിനകത്തുനിന്ന് മറ്റെന്തൊക്കെ പോയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാൻ പറ്റും. ഇപ്പോൾ പ്രാഥമികമായാണ് 6 പവൻ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റ് എന്തൊക്കെ നഷ്ടപ്പെട്ടു, തീർച്ചയായും വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന 2 വീടിന്റെയും കൺസ്ട്രക്ഷൻ ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിൽ പണം ഉണ്ടായിരിക്കും. ഒരാൾ വിദേശത്താണ്. സ്വാഭാവികമായും കൊടുക്കാനുള്ള പണമൊക്കെ തന്നെയും എടുത്ത് തൊഴിലാളികൾക്കാണെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കിനാണെങ്കിലും ഒക്കെ അവർ കരുതിയിട്ടുണ്ടാവും. അപ്പോൾ പണം ഉറപ്പായും സ്വർണത്തോടൊപ്പം തന്നെ 6 പവൻ സ്വർണം എന്ന് പോലും പറയുന്നത് കൃത്യമല്ല, അതിൽ കൂടുതലുണ്ടാവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ വീട് പണിക്കാനുള്ള പണവും ഒരുപക്ഷെ അവിടെ കരുതിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ അറിയാവുന്ന ഏറ്റവും അടുത്ത ആൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് ഒരു കൃത്യമായൊരു സ്ട്രക്ചർ ഒരുക്കി അകത്തേക്ക് കയറി ഇത് പ്രവേശിച്ച് കൊലപ്പെടുത്താനായി കൂട്ടുനിന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. നമുക്ക് കൂടുതൽ വിശദാംശം അതിനകത്ത് പറയാൻ കഴിയില്ല. കാരണം ഇതെല്ലാം കൗമാരക്കാരാണ്. ഈ സംഘം, പിടിയിലായിരിക്കുന്ന സംഘം മുഴുവൻ ഇന്നലെ രാത്രി വീട്ടിലെത്തി പോലീസ് ഈ ഓരോ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്ത് വീട്ടിലെത്തുമ്പോൾ ഈ കുട്ടികളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നാണ് രക്ഷകർത്താക്കൾ പോലും ആ സമയത്ത് ഞെട്ടുകയാണ് ഉണ്ടായത്. വീട്ടിൽ നിന്നാണ് ഇവരെല്ലാവരെയും കസ്റ്റഡിയിൽ പോലീസ് എടുത്തിരിക്കുന്നത് കൊല്ലത്തുനിന്ന്. അതാണ് സാഹചര്യം. എന്തായാലും ശരണ്യ ഒന്ന് തുടരുക. ഒരു കാര്യം ശരണ്യ സൂചിപ്പിച്ചതാണ് സാഹചര്യം. ഈ കേസിൻ്റെ പൂർണ്ണ വസ്തുത പ്രേക്ഷകരുമായി നേരിട്ട് പോലും പങ്കുവയ്ക്കാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം ജുവനൈൽ വിഷയമാണ്, പ്രായപൂർത്തിയാവാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ മുഖ്യപ്രതിയായ വ്യക്തി മരണപ്പെട്ട ശിവൻകുട്ടിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നതാണ് ഒരുപക്ഷെ കൂടുതൽ ഗൗരവമായി കേരളം ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയായി ഇത് മാറുന്നു എന്നതാണ്. പോലീസ് എത്ര കണ്ട് അത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം നൽകും എന്നതുകൂടി നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട്. എന്തായാലും അതിനുകൂടി നമുക്ക് കാത്തിരിക്കാം.